യോഹാൻ ഒരു CIPA പേഷ്യന്റ് ആണെന്ന വിവരം പ്രോസിക്യൂട്ടർ സണ്ണ് ഒരു വലിയ ഷോക്കായിരുന്നു. ഈ കാര്യം സത്യമാണോ എന്നറിയാൻ വേണ്ടി പ്രോസിക്യൂട്ടർ സൺ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ യോഹാനെ മീറ്റ് ചെയ്യുന്നു. നീ ഏത് തരത്തിലുള്ള ഡോക്ടറാണെന്ന് നിന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ഞാനല്ല, നിന്റെ പേഷ്യൻസ് ആണെന്നല്ല നീ എന്നോട് പറഞ്ഞത്. നിനക്ക് എല്ലൊടിഞ്ഞാലും മുറിവ് പറ്റിയാലും പൊള്ളിയാലും ഒന്നും വേദന ഉണ്ടാവില്ല. നീ എങ്ങനെയാ നിന്റെ പേഷ്യൻസിനെ മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണോ നീ നിന്റെ പേഷ്യന്റിനെ അത്ര ഈസി ആയിട്ട് യൂത്തനൈസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് യോഹാൻ ഒരു ഡോക്ടർ ആവാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ പ്രോസിക്യൂട്ടർ സൺ സംസാരിക്കുന്നു. തന്റെ രോഗാവസ്ഥ പ്രോസിക്യൂട്ടർ സൺ അറിഞ്ഞത് കണ്ട് ആദ്യം യോഹാൻ ഒന്ന് ഷോക്കാവുന്നു. പിന്നീട് നിന്റേത് കഴിഞ്ഞോ, എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ച് അവിടുന്ന് പോകുന്നു. പ്രോസിക്യൂട്ടർ സൺ അവനെ വിളിക്കുന്നത് കാരണം വീണ്ടും യോഹാൻ തിരിച്ചു വന്ന് എന്റെ രോഗം കാരണം എനിക്ക് രോഗികളെ ചികിത്സിക്കാനുള്ള അർഹതയില്ല എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാൻ ഹോണസ്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണോ? പറയുന്നതിന് സോറി, പക്ഷേ എന്റെ പേഷ്യൻസിന് മാത്രമേ ഞാൻ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളൂ. ഈ ഒരു സമയത്ത് പോലും എന്റെ ഒരു പേഷ്യന്റ് ബെഡിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുവാണ്. അവനെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് യോഹാൻ അവിടുന്ന് പോകുന്നു. എന്നാൽ പ്രോസിക്യൂട്ടർ സൺ സംസാരിച്ച് തീർന്നിട്ടില്ല. വീണ്ടും യോഹാന്റെ അടുത്തേക്ക് പോകുന്നു. നീയും മിസ്റ്റർ ലിയോൺ ഗിലും തമ്മിൽ എന്താ ബന്ധം എന്ന് പ്രോസിക്യൂട്ടർ സൺ ചോദിക്കുന്നു. അത് മിനിസ്റ്ററിന്റെ പേരാണ് കേട്ടോ. പ്രോസിക്യൂട്ടർ സണ്ണോട് സംസാരിച്ച് വരുന്ന യോഹാനെ പെട്ടെന്ന് ഗിസോക്കിന്റെ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഷിയോങ് വിളിക്കുന്നു. സോ അവൻ വേഗം അങ്ങോട്ട് പോകുന്നു. ഗിസോക്ക് കണ്ണു തുറന്നിട്ടുണ്ട്, എന്നാൽ കോൺഷ്യസ് ആണോ അല്ലയോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഷിയോങ് യോഹാനെ വിളിച്ചത്. യോഹാൻ അവനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈ സമയത്ത് ഗിസോക്കിന്റെ കണ്ണനങ്ങുന്നത് യോഹാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ കൈ അനക്കുന്നതിനനുസരിച്ച് നീ ഒന്ന് എന്റെ കൈ ഫോളോ ചെയ്യേ എന്ന് ഗിസോക്കിനോട് യോഹാൻ പറയുന്നു. ഗിസോക്ക് യോഹാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ അവന് കൈ അനക്കാനോ കാലനക്കാനോ ഒന്നും പറ്റുന്നില്ല. യോഹാൻ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഒന്ന് കണ്ണ് ചിമ്മ് എന്ന് പറയുന്നു. അവൻ കണ്ണ് ചിമ്മുന്നു. ഇത് കാണുന്നതും ഷിയോങ്ങും യോഹാനും ഒരുമിച്ച് ലോക്ക്ഡ് ഇൻ സിൻഡ്രം എന്ന് പറയുന്നു. ഈ അവസ്ഥയെ ലോക്ക്ഡ് ഇൻ സിൻഡ്രം എന്നാണ് കേട്ടോ പറയുന്നത്. കോൺഷ്യസ് ആയിരിക്കും എന്നാൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അതാണ് ഈ അവസ്ഥ. ഇവിടെ പ്രോസിക്യൂട്ടർ സൺ യോഹാനോട് സംസാരിച്ചത് ആലോചിച്ച് നടന്നു വരുവാണ്. മിനിസ്റ്റർ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആരാ അവൻ, ഞാൻ അറിയേണ്ട വല്ലവരുമാണോ എന്നാണ് തിരിച്ച് യോഹാൻ ചോദിച്ചത്. പ്രോസിക്യൂട്ടർ സൺ, സന്തോഷത്തിൽ മരിക്കാനുള്ള ഒരു മരുന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിനക്കാരെങ്കിലും അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നതും സന്തോഷത്തിൽ മരിക്കേ, അങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ടാവുമോ? മരണവും ജീവിതവും ഒന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നെല്ലാം പറഞ്ഞ യോഹാൻ പ്രോസിക്യൂട്ടർ സൺ പറഞ്ഞ കാര്യത്തെ പാടെ എതിർക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കാറിലിരിക്കുന്ന പ്രോസിക്യൂട്ടർ സണ്ണെ ഇപ്പൊ യൂൻജോങ് വിളിക്കുന്നു. യോഹാൻ CIPA പേഷ്യന്റ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു യൂൻജോങ് വിളിച്ചത്. യോഹാൻ അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂട്ടർ സൺ പറഞ്ഞറിയുന്ന യൂൻജോങ്, അവന്റെ ലൈസൻസ് പോവാനുള്ള കാര്യമായല്ലോ. ലൈസൻസ് പോയിട്ടില്ലെങ്കിൽ കൂടെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കാനുള്ള വഴിയായല്ലോ. അവൻ വേദന അറിയാത്തൊരു ഡോക്ടറാണെന്ന് പേഷ്യൻസ് അറിഞ്ഞ എല്ലാ പേഷ്യൻസും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും എന്ന് ഹാപ്പിയായി പറയുന്നു. എന്നാൽ പ്രോസിക്യൂട്ടർ സൺ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഗിസോക്കിന്റെ ലോക്ക്ഡൌൺ സിൻഡ്രത്തിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ടത് അത്യാവശ്യമായത് കാരണം യോഹാൻ അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാൻ സാധ്യതയുള്ള ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടാവോ എന്ന് ഗിസോക്കിന്റെ അമ്മയോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മ ഗിസോക്കിന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യാൻ പോകുന്നു. ഗിസോക്കിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന യോഹാനോട് ഷിയോങ്, നമുക്കിനി കുറച്ച് റിലാക്സ് ചെയ്യാലോ, കാരണം എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ എന്ന് പറഞ്ഞ് അവനെ കംഫർട്ട് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അവന്റെ ഫേസ് കണ്ട് അവന്റെ പ്രശ്നം വേറെ എന്തോ ആണെന്ന് മനസ്സിലാക്കി ഷിയോങ് എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നു. അവളെ കൂടെ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയാണോ എന്തോ? യോഹാൻ ഒന്നും ഇല്ലാന്നാണ് ഉത്തരം കൊടുക്കുന്നത്. എന്നാൽ അവൻ ചിന്തിക്കുന്നത് ഡോക്ടറായി തനിക്കിനി എത്ര സമയം ബാക്കിയുണ്ട് എന്നതാണ്. ഷിയോങ് സെന്ററിലെ സ്റ്റാഫ് റൂമിലേക്ക് തിരിച്ചു വന്ന് CIPA കുറിച്ച് ഒരുപാട് പഠിക്കുന്നു. അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യോഹാൻ നെക്സ്റ്റ് ഡേ രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ടേബിളിൽ തലവെച്ച് ഷിയോങ് ഉറങ്ങുന്നതാണ്. യോഹാൻ ഷിയോങ്ങിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ ഡോക്ടറിന്റെ ഗൗണ് അവളുടെ ദേഹത്ത് ഇട്ട് കൊടുക്കുന്നു. തീരെ സൗണ്ട് ഉണ്ടാക്കാതെ അടുത്തുള്ള ചെയറിൽ അവൻ ഇരിക്കുന്നു. അവൾ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. രാത്രി മുഴുവൻ ഇരുന്ന് അവൾ പഠിക്കുമായിരുന്നു എന്ന് ടേബിൾ കണ്ടപ്പോൾ അവന് മനസ്സിലാവുന്നു. അവൾ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയോങ് എഴുന്നേൽക്കുന്നു. നീ ഇന്നലെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് യോഹാൻ ആ മെറ്റീരിയൽസ് നോക്കിക്കൊണ്ട് ഷിയോങ്ങിനോട് പറയുന്നു. ഷിയോങ് ഇപ്പൊ തന്നെ ലാപ്പ് കാണിച്ചു കൊടുത്ത് ക്ലെവലൻ ക്ലിനിക്കിൽ ഒരു ടീം CIPA പേഷ്യൻസിന്റെ ജീന് വെച്ചിട്ട് പെയിൻ മാനേജ്മെന്റിൽ റിസർച്ച് നടത്തുന്നുണ്ട്. CIPA കുറിച്ച് ഒരുപാട് മെറ്റീരിയൽസും ഡാറ്റയും അവരുടെ കയ്യിലുണ്ടാവും. ഞാൻ അവരെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് ഷിയോങ് യോഹാനോട് ചോദിക്കുന്നു. അവൻ നേരത്തെ തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഷിയോങ് തന്റെ കാര്യത്തിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നത് ആലോചിച്ച് യോഹാൻ ഒരു നിമിഷം അവളെ നോക്കി നിൽക്കുന്നു. ഇപ്പൊ യോഹാനും യൂൻജൂനും ജൂണും ഗിസോക്കിന്റെ അടുത്താണ്. ജൂൺ ഗിസോക്കിന് സ്റ്റിറോയിഡ് കാണിച്ചു കൊടുക്കുന്നു. യൂൻജൂൻ ഗിസോക്കിനോട്, നീ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിന്റെ മേലെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ കണ്ണടക്കി, ഇല്ലെങ്കിൽ 2 തവണ കണ്ണടക്കി എന്ന് പറയുന്നു. ഗിസോക്ക് ഒരു തവണ കണ്ണടയ്ക്കുന്നു, അതായത് അവനത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ജിമ്മിലേക്കല്ലാതെ വേറെ ഏതെങ്കിലും പുതിയ സ്ഥലത്തേക്ക് നീ പോയിട്ടുണ്ടായിരുന്നോ എന്ന് യൂൻജൂൻ ചോദിക്കുന്നു. ഗിസോക്ക് അതിനും ഒരു തവണ കണ്ണടയ്ക്കുന്നു. ഇപ്പൊ നഴ്സ് വന്ന് ഗിസോക്കിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അന്ന് അവര് കണ്ടിരുന്ന പാടല്ലാതെ വേറെയും മുറിവിന്റെ പാടുകളുള്ളത് അവര് കാണുന്നു. ഗിസോക്കിനെ കുറച്ച് കുട്ടികളെ ചേർന്ന് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഗിസോക്കിന്റെ ഫ്രണ്ടാണ് ഈ കാര്യം ഷിയോങ്ങിനോട് പറഞ്ഞത്. ഷിയോങ് ഇത് ടീം മെമ്പേഴ്സിനോട് പറയുന്നു. മീരെ അവനെ ഒരു വെയർ ഹൗസിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ നിന്നാണ് അടിച്ചത് എന്ന് പറയുന്നു.
യോഹാൻ ആലോചിച്ച് നോക്കി. ഗിസോക്ക് തലയിടിച്ച് വീണ സമയത്ത് വെർട്ടിബ്രൽ ആർട്ടറിക്ക് ഉണ്ടായ പ്രശ്നം കാരണം ബ്ലഡ് ഫ്ലോ കുറഞ്ഞതായിരിക്കാം എന്ന് പറയുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ടീം മെമ്പേഴ്സ് അവിടുന്ന് പോകുന്നു. യോഹാൻ കൂടുതൽ ടെൻഷനായി ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ഷിയോങ് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. എന്റെ സംശയം ശരിയാണെങ്കിൽ അവന്റെ കണ്ടീഷൻ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് എന്ന് യോഹാൻ പറയുന്നു. നമുക്ക് റിസൾട്ട് എന്താണെന്ന് അറിയില്ലല്ലോ, ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഷിയോങ് അവിടുന്ന് പോകുന്നു. യോഹാനും എഴുന്നേൽക്കുന്നു. എന്നാൽ അവന് തല ഇറങ്ങുന്നു. ബാലൻസ് കിട്ടാതെ വീണു പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കി മെഡിസിൻ എടുക്കുന്നു. ഇവിടെ ആക്ട്രസ് തന്റെ മകനെ കൊണ്ട് യുൻജോങ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. അവസാന സമയങ്ങൾ മകന്റെ കൂടെ അവിടെ ചിലവഴിക്കാനാണ് ആക്ട്രസ് തീരുമാനിച്ചത്. ആക്ട്രസും മകനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട യുൻജോങ് തന്റെ മകളുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. മോളും താനും എത്ര ഹാപ്പി ആയിരുന്നു എന്നുള്ളതും മകളുടെ ചിരിയും യുൻജോങ് ഓർക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ മകളുടെ ചിരിക്ക് പകരം അവളൊരു ഫയർ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് അമ്മേന്ന് വിളിച്ച് കരയുന്നതാണ് യുൻജോങ് ഓർക്കുന്നത്. ഇതോർത്ത് ദേഷ്യവും സങ്കടവും യുൻജോങ്ങിന് വരുന്നു. ഇവിടെ ഗിസോക്കിന്റെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് വരുന്നത് കാരണം യോഹാന് കുറച്ച് ആശ്വാസമാവുന്നു. ഗിസോക്കിന്റെ ബാഗ് വീണ്ടും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവന്റെ ടീഷർട്ടിലെ ഫുട് പ്രിന്റും ചെളിയും എല്ലാം കണ്ട് യോഹാൻ ആ വെയർഹൌസ് എവിടെയാണെന്ന് ഗിസോക്കിന്റെ ഫ്രണ്ടിനോട് ചോദിക്കാൻ വേണ്ടി ഷിയോങ്ങിനോട് പറയുന്നു. ഇവിടെ ഇതേ സമയം ഡോക്ടർ ക്വാൻ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഡയറക്ടർ കാങ്ങിന്റെ അടുത്തേക്ക് വന്ന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. ഇത്തവണ ഇനി എന്തുവാ എന്ന് ഡയറക്ടർ കാങ് ചോദിക്കുന്നു. അവരുടെ ബുള്ളറ്റിൻ ബോർഡിൽ ആരോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണത്. വേദന അറിയാത്ത ഒരാൾ എങ്ങനെ ഡോക്ടറാവെന്ന് ചോദിച്ചുകൊണ്ട് യോഹാൻ ഒരു CIPA പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണത്. ഈ ആർട്ടിക്കിൾ ചീഫ് മീനും ആന്റിയും ടീം മെമ്പേഴ്സും എല്ലാവരും കാണുന്നു. ഡോക്ടർ യോഹാൻ ടിവിയിലൊക്കെ വന്നത് കാരണം അസൂയ മൂത്ത ആരെങ്കിലും ചെയ്തതായിരിക്കും എന്നാണ് നഴ്സ് പറയുന്നത്. ആർക്കെങ്കിലും നല്ല കാലം വരുമ്പോൾ അവരെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ടാവും എന്ന് പറയുന്നതിനോട് ടീം മെമ്പേഴ്സ് യോജിക്കുന്നു. പക്ഷെ ഗിസോക്കിനെ ട്രീറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ കുറച്ച് സ്ട്രേഞ്ച് ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നിയിരുന്നു എന്ന് ജൂൺ പറയുന്നു. നിനക്ക് സംശയം തോന്നിയോ? എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് കിംവോൻ പറയുന്നു. ജൂൺ ഇത് പറയുമ്പോഴാണ് യുൻജൂന് ഗിസോക്കിനെ കൊണ്ടുവന്ന സമയം തൊട്ടുള്ള യോഹാന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഓർമ്മ വരുന്നത്. യോഹാന് പനി കൂടി അൺകോൺഷ്യസ് ആവുകയും വേറൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോവുകയും ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് ഷിയോങ്ങിനോട് ചോദിച്ചപ്പോൾ എന്തിനാ വെറുതെ ഗോസിപ്പിനുള്ള വഴി ഉണ്ടാക്കുന്നത് എന്നായിരുന്നു അവൾ റിപ്ലൈ കൊടുത്തത്. ഇതെല്ലാം ഓർക്കുന്ന യുൻജൂൻ കുടിച്ചോണ്ടിരുന്ന കോഫിയും താഴെയിട്ട് ആരോടും ഒന്നും പറയാതെ സെന്ററിൽ നിന്നും ഓടുവാണ്. ഗിസോക്കിന്റെ ഫ്രണ്ടിനോട് വെയർഹൌസിന്റെ അഡ്രസ്സ് ചോദിക്കുന്ന ഷിയോങ്ങിന്റെ അടുത്തേക്കാണ് യുൻജൂൻ ഓടി വരുന്നത്. പ്രൊഫസർ CIPA പേഷ്യന്റ് ആണെന്നുള്ളത് സത്യമാണോ എന്ന് ഷിയോങ്ങിനോട് യുൻജൂൻ ചോദിക്കുന്നു. ഷിയോങ് ഞെട്ടിക്കൊണ്ട് ഉത്തരം പറയാതെ അവിടുന്ന് പോകുന്നത് കണ്ട് യുൻജൂൻ അവന്റെ ആൻസർ കിട്ടുന്നു. അവൾ ഓടി സ്റ്റെയർ കയറുന്ന സമയത്ത് വീഴുന്നത് കാരണം കൈ മുറിയാവുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഷിയോങ് യോഹാന്റെ അടുത്തേക്ക് ഓടി വരുന്നു. യോഹാൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെയർഹൌസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ എന്നാണ് ഷിയോങ്ങിനെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞ് ഷിയോങ് കരയുന്നത് കണ്ട് യോഹാന് കാര്യം മനസ്സിലാവുന്നു. അവനിത് പ്രതീക്ഷിച്ചതുമാണ്. ഇന്നലെ രാത്രി പ്രോസിക്യൂട്ടർ സൺ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ രോഗത്തെ കുറിച്ച് അറിയായിരുന്നു. അത് കുഴപ്പമില്ല, ഈ ഒരു ദിവസം എന്തായാലും വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്നവൻ പറഞ്ഞുകൊണ്ട് നോക്കുന്നത് ഷിയോങ്ങിന്റെ കയ്യിലേക്കാണ്. ഇതെന്തു പറ്റിയതാ എന്ന് ചോദിച്ച് അവൻ ഷിയോങ്ങിനെ ചെയറിലിരുത്തി മുറിവ് ഡ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. ഷിയോങ്, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാനായിരിക്കും ആദ്യം അറിയാമെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്തതല്ലായിരുന്നോ എന്ന് ചോദിച്ച് അവൾ കരയുവാണ്. യോഹാനൊന്നും മിണ്ടുന്നില്ല. അവള് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് കരയല്ലേന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. ഈ ഒരു ആർട്ടിക്കിൾ റിലീസ് ആയതിന്റെ പുറകിൽ യുൻജോങ് ആണ്. ഇത് കാരണം പ്രോസിക്യൂട്ടർ സൺ യുൻജോങ്ങിന് കോൾ ചെയ്യുന്നു. എന്നാൽ അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു വിഷയം ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. യോഹാനെ വിളിപ്പിക്കുന്നു. ഇപ്പൊ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡയറക്ടർ കാങ്, നീ ഒരു CIPA പേഷ്യന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ബുള്ളറ്റിൻ ബോർഡിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾ സത്യമാണോ എന്ന് ചോദിക്കുന്നു. യോഹാൻ അത് സത്യമാണെന്ന് പറയുന്നു. നീ ഒരു പെയിൻ മാനേജ്മെന്റ് എക്സ്പേർട്ട് അല്ലേ? CIPA പേഷ്യന്റ് ആയി നീ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നതേ കോമഡിയാണ് എന്ന് ഡോക്ടർ കോൻ പറയുന്നു. പക്ഷേ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഷിയോങ്ങിന്റെ ആന്റി പറയുന്നു. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? രോഗികൾ ഇനി അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇനി നിന്നെ വിശ്വസിക്കുവോ? വേദന അറിയാത്ത നീ എങ്ങനെയാ വേദന അറിയുന്ന പേഷ്യൻസിന്റെ കാര്യത്തിൽ കെയർ ചെയ്യുക എന്നൊക്കെ പല ഡോക്ടേഴ്സും പല ചോദ്യങ്ങളും ചോദിക്കുന്നു. എങ്ങനെയാ ഞാൻ കെയർ ചെയ്യാതിരിക്കുക? വേദന എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ വേദന ഞാൻ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാ, പക്ഷെ അവര് കരഞ്ഞത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അവരെ ഞാൻ എങ്ങനെയാ കെയർ ചെയ്യാതിരിക്കുക എന്ന് യോഹാൻ ചോദിക്കുന്നു. CIPA മാനസിക രോഗമോ പടരുന്ന അസുഖമോ ഒന്നും അല്ല, അതുകൊണ്ട് ഇതൊരു ഡിസ്മിസലിന്റെ കാരണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് മിസ്റ്റർ ഹാൻ ഡോക്ടേഴ്സിനോട് പറയുന്നു. ഡയറക്ടർ കാങ്, ഇവനെ ഡിസ്മിസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി അറേഞ്ച് ചെയ്തതിനു ശേഷം ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് യോഹാനോട് അതുവരെ നീ മെഡിക്കൽ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. യോഹാനെ ഹയർ ചെയ്തത് ഞാനായത് കാരണം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനും ഏറ്റെടുത്തോളാമെന്ന് ചീഫ് മീനും പറയുന്നു. യോഹാൻ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ എന്ത് തീരുമാനവും ആക്സെപ്റ്റ് ചെയ്തോളാം, പക്ഷേ ഗിസോക്കിനെ ട്രീറ്റ് ചെയ്യാനുള്ള അനുവാദം എനിക്ക് തരണം. അവന്റെ ഇപ്പോഴത്തെ കണ്ടീഷന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയേ തീരൂ എന്നവൻ പറയുന്നു. ചീഫ് മീന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റു ഡോക്ടേഴ്സിന്, പ്രത്യേകിച്ച് ഡോക്ടർ കോന് ഈ കാര്യത്തോട് എതിർപ്പാണ്. ഗിസോക്കിനെ ട്രീറ്റ് ചെയ്യാൻ യോഹാനെ ഡയറക്ടർ കാങ് അനുവദിക്കുന്നില്ല. ഇവിടെ ഷിയോങ് മീറ്റിംഗ് നടക്കുന്ന ഹാളിന്റെ പുറത്ത് യോഹാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടീം മെമ്പേഴ്സ് അങ്ങോട്ട് വരുന്നു. അവരിപ്പോഴും സംസാരിക്കുവാണോ എന്ന് യുൻജൂൻ ചോദിക്കുന്നു. ഷിയോങ് അതേന്ന് പറയുന്നു. അവളുടെ അവസ്ഥ മിരയ്ക്കും യുൻജൂനും മനസ്സിലാവുന്നുണ്ട്.
ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് യോഹാൻ പുറത്തേക്ക് വരുന്നു. അവനെ വെയിറ്റ് ചെയ്ത് അവന്റെ ടീം അവിടെ നിൽക്കുന്നത് യോഹാൻ കാണുന്നു. നിങ്ങളൊക്കെ ഷോക്കായിട്ടുണ്ടാവും അല്ലേ എന്ന് യോഹാൻ ചോദിക്കുന്നു. ജൂൺ, പ്രൊഫസറിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമോ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എടുത്തേ എന്ന് ചോദിക്കുന്നു. തീരുമാനമൊന്നും എടുത്തിട്ടില്ല. തീരുമാനം എടുക്കുന്നത് വരെ ഞാൻ പേഷ്യൻസിനെ കാണാൻ പാടില്ല എന്ന് യോഹാൻ പറയുന്നു. ജൂൺ, എനിക്ക് അറിയില്ലായിരുന്നു, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഈ കാര്യം കുറച്ച് മുന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തേനെ എന്ന് പറഞ്ഞ് അവനോട് സോറി പറയുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ തന്റെ ഡോക്ടർ ആവാനുള്ള യോഗ്യതയെ ടീം മെമ്പേഴ്സും ചോദ്യം ചെയ്യുമെന്നായിരുന്നു യോഹാൻ വിചാരിച്ചത്. പക്ഷേ അതിനു പകരം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്ന ടീം മെമ്പേഴ്സിനെയാണ് യോഹാൻ കാണുന്നത്. യോഹാൻ അവരോട് താങ്ക്സ് പറഞ്ഞ് നിങ്ങൾക്കിപ്പോൾ വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഗിസോക്ക് എങ്ങനെയാണ് ഈ അവസ്ഥയിലായത് എന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഷിയോങ്, ഓക്കെ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ജോങ്ബോയുടെ കേസ് നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ കണ്ണായും കൈയായും ഞങ്ങൾ വർക്ക് ചെയ്തോളാം എന്ന് പറയുന്നു. മീരയും മിസ്റ്റർ യു വന്ന സമയത്ത് നമ്മളെല്ലാവരും പല സ്ഥലത്തായിരുന്നു. പക്ഷേ പ്രൊഫസർ ഞങ്ങളെ ലീഡ് ചെയ്തു, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഗിസോക്കിന് യോഹാന്റെ പോലെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മറ്റാരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഗിസോക്കിന്റെ കാര്യവും കണ്ടുപിടിക്കാം എന്ന് ടീം മെമ്പേഴ്സ് പറയുന്നു. ഇതുപോലൊരു ടീമിനെ കിട്ടിയതിൽ യോഹാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. അവനത് ആലോചിച്ച് എന്നാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നടക്കുന്നു. പുറകെ തന്നെ ടീം മെമ്പേഴ്സും. യോഹാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ടീം മെമ്പേഴ്സിനോട് പറയുന്നു. ഗിസോക്കിന്റെ ചാർജ് യൂൻജുവിനെ ഏൽപ്പിക്കുന്നു. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും തന്നെ വിളിക്കാനും പറയുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യോഹാൻ തന്റെ ടീം മെമ്പേഴ്സിനെ ഒന്ന് നോക്കി അവിടുന്ന് പോകുന്നു. അവര് സങ്കടത്തിലാണ്. യോഹാൻ അതിലേറെ സങ്കടത്തിലാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ജോലി മാത്രമായിരുന്നില്ല, അവനവന്റെ ജീവിതം തന്നെ ആയിരുന്നു. ഇപ്പൊ ഷിയോങ് തന്റെ ഫോൺ നോക്കി സെന്ററിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. യോഹാന്റെ അടുത്ത് ചെന്ന് വെയർ ഹൗസിന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുന്നു. ഏയ്, ഞാൻ പൊക്കോളാം എന്ന് അവൻ പറയുന്നു. എന്നാ ഞാനും കൂടെ വരാം എന്ന് ഷിയോങ് പറയുന്നതിന് നീ ഗിസോക്കിന്റെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ നിന്നെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് യോഹാൻ അവിടുന്ന് പോകുന്നു. ഷിയോങ് വീണ്ടും അവനെ വിളിച്ച് ശ്രദ്ധിക്കാൻ പറയുന്നു. യോഹാൻ ഒക്കെ പറയുന്നു. ഇപ്പൊ ചീഫ് ഗിസോക്കിന്റെ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഷിയോങ് അവിടെ നിൽക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അലാം അടിക്കുന്ന സൗണ്ട് കേട്ട് ചീഫ് ഗിസോക്കിന്റെ റൂമിലേക്ക് പോകുന്നു. എന്താണ് ഗിസോക്കിന് സംഭവിക്കുന്നത് എന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നും ഷിയോങ്ങിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ കൂടെ നിന്ന് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ പ്രോസിക്യൂട്ടർ സൺ യൂൻജോങ്ങിന്റെ അടുത്തേക്ക് വന്ന് അവനോട് ചോദിക്കാതെ എന്തിനാണ് ഈ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. യൂൻജോങ്, നിന്റെ സംസാരവും സ്വഭാവവും ഒക്കെ കണ്ടപ്പോൾ നിനക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. യോഹാനോട് നിനക്കെന്താ സിമ്പതി തോന്നുന്നുണ്ടോ? അവനവന്റെ പേഷ്യൻസിനെയും ഹോസ്പിറ്റലിനെയും ആണ് വഞ്ചിച്ചത് എന്ന് പറയുന്നു. പ്രോസിക്യൂട്ടർ സൺ, നീ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടാ നീ എന്തോ നീതി നടപ്പാക്കിയതുപോലെ ഉണ്ടല്ലോ. നീതി നടപ്പാക്കാനെന്ന് പറഞ്ഞ് നീ തെരഞ്ഞെടുത്ത ഈ വഴി തെറ്റാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഇത് എന്റെ തെറ്റാണ്. തുടക്കം മുതലേ നിന്റെ ദേഷ്യം വേറൊരു വഴിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അത് തടയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയുമ്പോൾ യൂൻജോങ് തനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. സോങ്ക്യു എന്ന് പറയുന്ന ഒരു ക്രിമിനല് യൂൻജോങ്ങിന്റെ മകളെയും പ്രോസിക്യൂട്ടർ സണ്ണിന്റെ മകനെയും തട്ടിക്കൊണ്ടുവന്ന് ഒരു ഗോഡൌണിൽ കെട്ടിയിട്ട് അവിടുന്ന് പോകുന്നു. ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടാവുന്നത് കാരണം ആ ഗോഡൌണിന് തീ പിടിക്കുന്നു. ആ കുട്ടികളെ കെട്ടിയിട്ടത് കാരണം അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഫയർ ആക്സിഡന്റിൽ 2 കുട്ടികളും മരിച്ചു പോവുകയായിരുന്നു ചെയ്തത്. ആ കൊലയാളിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്താണ് പ്രോസിക്യൂട്ടർ സനും യൂൻജോങ്ങും മീറ്റ് ചെയ്യുന്നത്. യൂൻജോങ് ഈ കാര്യം ആലോചിച്ച് എന്റെ മോൾ ഈ ലോകത്തേക്ക് വന്നിട്ട് വെറും 6 വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വേദന സഹിച്ചാണ് അവൾ മരിച്ചത്. അവളേക്കാൾ കൂടുതൽ അവളെ കൊന്നയാൾ സഫർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ യോഹാൻ അവന്റെ സഫറിങ്സ് ഇല്ലാതാക്കി. എന്റെ മോള് മരിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിന് ഒരു ഡിഗ്നിറ്റിയോ ഇല്ലാതായി. എന്നാൽ സോങ്ക്യു ഡിഗ്നിറ്റിയോട് കൂടെ മരിച്ചു. ആ കാര്യത്തിൽ ദേഷ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. മകളെ കൊന്ന കൊലയാളിയുടെ സഫറിങ്സ് ഇല്ലാതാക്കിയതിനാണ് യൂൻജോങ്ങിന് യോഹാനോട് ഇത്ര ശത്രുത. അവന്റെ ജീവിതവും പ്രൊഫഷനും എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് കാരണമാണ്. കുറച്ചു ദൂരം നടന്നതിന് ശേഷം യൂൻജോങ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പ്രോസിക്യൂട്ടർ സൺ വേദന സഹിക്കാൻ വയ്യാതെ നിലത്തിരിക്കുന്നതാണ്. യൂൻജോങ് പെട്ടെന്ന് തന്നെ അടുത്തേക്ക് പോയി സഹായത്തിന് ആളെ വിളിക്കുന്നു. ഇവിടെ യോഹാൻ ഗിസോക്കിനെ കുട്ടികൾ ഉപദ്രവിച്ച സ്ഥലത്തേക്ക് വരുന്നു. ഗിസോക്കിനെ കുട്ടികൾ അടിക്കുന്നതും തലയിടിച്ച് നിലത്ത് കിടക്കുന്നതും എല്ലാം യോഹാൻ ഇമാജിൻ ചെയ്യുന്നു. അവിടെ മുഴുവൻ നോക്കുന്ന സമയത്ത് നിലത്ത് ഓയിലുള്ളത് യോഹാൻ ശ്രദ്ധിക്കുന്നു. യോഹാൻ ഒന്ന് ആലോചിച്ചുകൊണ്ട് യൂൻജുവിനെ വിളിക്കുന്നു. ചെയ്യേണ്ട ടെസ്റ്റുകൾ പറഞ്ഞു കൊടുത്ത് സ്റ്റിറോയിഡ് കാരണം അവന്റെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുണ്ടാവും. അവന് ഒരുപാട് സമയം ഓയിലും ഡേർട്ടും ആയിട്ടുള്ള എയർ ആണ് ശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം അടിഞ്ഞുകൂടി ബ്രെയിൻ സ്റ്റെമ്മിൽ അബ്സെസ് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ ലക്ഷണമായിരിക്കും അവന്റെ ഷോൾഡറിൽ കണ്ട പാട് എന്ന് യോഹാൻ പറയുന്നു. പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് യൂൻജുവിനും പറയുന്നു. ഇപ്പൊ അവിടുന്ന് സ്റ്റെയർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് യോഹാന് തല കറങ്ങുന്നു. ഇവിടെ ഗിസോക്കിന്റെ ടെസ്റ്റ് റിസൾട്ട് വരുന്നു. യോഹാന്റെ സംശയം ശരിയാണെന്ന് മനസ്സിലാവുന്നു. ഗിസോക്കിന് സർജറി ആവശ്യമായിട്ട് വരും. യൂൻജുൻ യോഹാനോട് ഈ കാര്യം പറയാൻ ഷിയോങ്ങിനോട് പറയുന്നു. റിസൾട്ട് വരുന്നതിന് മുന്നേ അവൾ യോഹാനെ കോൾ ചെയ്തിരുന്നെങ്കിലും അവൻ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവള് വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. റിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത്ര തവണ വിളിച്ചു നോക്കിയിട്ടും കോൾ എടുക്കാത്തത് കണ്ട് ഷിയോങ് ആംബുലൻസിന് വിളിക്കുന്നു. അവർക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തത് അവിടെ ഒരാൾ വീണ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് അവള് പറയുന്നു. അവരാളുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഷിയോങ് അറിയില്ല എന്ന് പറയുന്നു. അറിയില്ലേ എന്ന് ചോദിച്ച് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന അവരോട് ഷിയോങ്
അറിയില്ല എന്ന് പറഞ്ഞില്ലേ, വേദന എടുക്കുന്നത് എവിടെയാണെന്ന് അവനോട് ചോദിച്ചാലും അവനത് അറിയില്ല എന്നവള് ദേഷ്യവും സങ്കടവും കാരണം ഷൗട്ട് ചെയ്യുന്നു. ഷിയോങ് വീണ്ടും വീണ്ടും യോഹാനെ വിളിച്ചു നോക്കുന്നു. അവളുടെ സംശയം ശരിയായിരുന്നു, അവൻ തലയിടിച്ച് വീണ് കിടക്കുവാണ്, അൺകോൺഷ്യസ് ആണ്, ബ്ലഡ് വരികയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.